ഗൾഫ് മേഖലയിലെ തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 5 പുതിയ ചരക്ക് ഗതാഗത പാതകൾക്ക് തുടക്കം കുറിച്ച് സൗദി റെയിൽവേ. ആഗോള വിതരണ ശൃംഖലയിൽ സൗദി അറേബ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ ഒരു ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ പദ്ധതി. ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമവുമായി നടത്താൻ ഇതിലൂടെ കഴിയും. രാജ്യത്തെ റെയിൽവേ ശൃംഖലയെ വിപുലീകരിച്ചുകൊണ്ടാണ് പുതിയ ലോജിസ്റ്റിക് പാതകൾ സജ്ജമാക്കിയിരിക്കുന്നത്. അറേബ്യൻ ഗൾഫിലെ തുറമുഖങ്ങളെ സൗദിയുടെ മധ്യവടക്കൻ പ്രവിശ്യകളുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. ചെങ്കടൽ തുറമുഖങ്ങളിലേക്കും രാജ്യത്തിന്റെ വടക്കൻ അതിർത്തികൾക്കപ്പുറമുള്ള അയൽ രാജ്യങ്ങളിലേക്കും നീളുന്ന ശൃംഖല കര, റെയിൽ മാർഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൾട്ടി മോഡൽ ഗതാഗത സംവിധാനമാണ് വാഗ്ദാനം ചെയ്യുന്നത്. റിയാദിലെ ഡ്രൈ പോർട്ട് കേന്ദ്രീകരിച്ചാണ് ചരക്ക് നീക്കങ്ങൾ നിയന്ത്രിക്കുക. ദമാം, ജുബൈൽ, റാസൽ ഖൈർ, അൽ ഖർജ്, ഹായിൽ, അൽ ഖുറായത്ത് എന്നിവിടങ്ങളിലെ ചരക്ക് യാർഡുകളുമായി ഗൾഫ് ചെങ്കടൽ മേഖലയിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ചരക്ക് നീക്കം വേഗത്തിലാക്കാനും സപ്ലൈ ചെയിൻ സംവിധാനം കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. പെട്രോ കെമിക്കൽ, ഖനന മേഖലകൾ എന്നിവയുടെ വളർച്ചയ്ക്ക് ഇത് വലിയ പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തൽ. റോഡുകളിലെ ആയിരക്കണക്കിന് ട്രക്കുകളുടെ യാത്ര ഒഴിവാക്കാനും ഇതിലൂടെ കഴിയും. അതോടെ കാർബൺ ബഹിർഗമനവും വലിയ തോതിൽ കുറയും. ചരക്ക് നീക്കത്തിനുള്ള സമയം പകുതിയോളം ലാഭിക്കാൻ കഴിയുമെന്നതും പ്രത്യേകതയാണ്. വിതരണ ശൃംഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നത് വഴി പ്രാദേശികവും അന്തർദേശീയവുമായ വ്യാപാരം കൂടുതൽ സുഗമമാകും. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ആഗോള വ്യാപാര ഇടനാഴിയായി സൗദിയെ മാറ്റുന്നതിൽ ഈ പാതകൾ പ്രധാന പങ്കുവയ്ക്കുമെന്നാണ് സൗദി റെയിൽവേ സിഇഒ ഡോക്ടർ ബഷാർ അൽ മാലിക് വ്യക്തമാക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഗതാഗത ഏജൻസികളുടെയും സഹകരണത്തോടെയാണ് സൗദി റെയിൽവേ പദ്ധതി നടപ്പിലാക്കുന്നത്. റിപ്പോർട്ടർ ജിദ.